KSEBക്കെതിരെ റെഗുലേറ്ററി കമ്മീഷനെതിരെ ഞാനും എൻ്റെ പ്രസ്ഥാനവും കൊടുത്ത പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തള്ളി എന്നുള്ളത് വസ്തുതയാണ്. വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി, വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതിനൊക്കെ പോകുന്നത് എന്ന് ചിലരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ മാത്രം ധരിക്കുന്നവരോട് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. പക്ഷേ അങ്ങനെ അല്ലാത്ത ചില കഥകളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലർ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പൊതുതാൽപര്യ ഹർജി ഞാൻ കൊടുത്തതിൻ്റെ കഥ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അഭിമാനകരമായ വസ്തുതയാണ്. 2 വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ആ കഥ ഒന്ന് കേട്ടു നോക്കും. എൻ്റെ നാട്ടിൽ മുണ്ടക്കൽ എന്ന സ്ഥലത്ത് ഒരു പുവർ ഹോം ഉണ്ട്, കൊയിലോൺ പുവർ ഹോം. കോർപ്പറേഷൻ്റെ അണ്ടറിലാണ്. 2017 വളരെ യാദൃശ്ചികമായിട്ടാണ് അവിടെ കടന്നു ചെന്നത്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ കരളലിയിപ്പിക്കുന്ന, ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ അവിടെ കണ്ടത്. അവിടെയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരൊക്കെ അവിടെ വന്ന് അടിയാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരുന്നവരൊക്കെ പല ഭാഷക്കാരുണ്ട്. മാനസിക പ്രയാസമുള്ളവരുണ്ട്, ഒരുപാട് രോഗമുള്ളവരുണ്ട്, നമ്മൾ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ട്, ആംഗ്യഭാഷ കാണിക്കുന്നവരുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യം ഒരു മനുഷ്യന് പോയിട്ട് ഒരു മൃഗത്തിന് താമസിക്കാൻ പോലും കഴിയാത്ത വൃത്തിഹീനമായ സാഹചര്യമായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന ഇടം, വസ്ത്രം മാറുന്ന ഇടം, കിടക്കുന്ന ഇടം, അടുക്കള, അതുപോലെ തന്നെ അവരുടെ കുളിമുറിയും മറ്റു സംവിധാനങ്ങളും ഒക്കെ. ഭക്ഷണം വിളമ്പുന്നതിലൂടെയൊക്കെയാണ് പന്നിയിൽ ചാടിപ്പൊക്കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ 2017 കൊയിലോൺ പുവർ ഹോമിന്റെ ശോചനീയാവസ്ഥ മാറ്റണം, പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തു. ഇത്രയും വർഷം ആ കേസ് നടന്നു. കഴിഞ്ഞ ദിവസം അതിൽ അന്തിമ വിധി വന്നു. ആ വിധി പ്രകാരം കാലാകാലങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ കൊല്ലം ജുഡീഷ്യൽ സംവിധാനം, ജില്ലാ ജുഡീഷ്യൽ സംവിധാനം ജഡ്ജിമാരടക്കം, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ജഡ്ജിമാരടക്കം അവിടെ ഇൻസ്പെക്ട് ചെയ്തു. മെഡിക്കൽ ടീമിനെ ഫോം ചെയ്തു. അവിടെ കൂടുതൽ അവരെ ശുശ്രൂഷിക്കാനുള്ള കൂടുതൽ ആൾക്കാരെ അവർ അലോട്ട് ചെയ്തു. ലോക വയോജന ദിനമായിരുന്നു ഇന്നലെ. അവിടെ ചെന്ന് കണ്ട കാഴ്ചകൾ സത്യത്തിൽ ഒത്തിരി സന്തോഷം തോന്നുന്ന, സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള കാഴ്ചകൾ അവിടെ കണ്ടത്. ആ കാഴ്ചകൾ നിങ്ങളെ ഇത് കാണിക്കുകയാണ്. 2017 കണ്ട ആ സ്ഥലം ഇന്ന് വളരെ മനോഹരമാണ്, വളരെ മാറ്റമാണ്. അവിടുത്തെ ഇൻമേറ്റ്സിന്റെ മുഖത്തെ സന്തോഷം, അവരുടെ പുഞ്ചിരി ഒരുപക്ഷെ ഈ ലോകത്തൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി, ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഇതിന്റെ പിന്നിൽ ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം നിന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. അന്ന് എന്റെ കൂടെ വന്ന് സഹായിച്ചിട്ടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് രാഹുൽ. ഈ കേസ് കേരള ഹൈക്കോടതിയിൽ 1 രൂപ പോലും എന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ കഴിഞ്ഞ വർഷം ഇത്രയും കേസ് വായിച്ച കിരൺ, അതുപോലെ തന്നെ കൊല്ലം ജുഡീഷ്യൽ സംവിധാനത്തിലെ നല്ല ന്യായാധിപന്മാർ, അവിടെ പോയി ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ളവർ, അവിടേക്ക് സംഭാവന കൊടുത്ത ഒത്തിരി സംഘടനകൾ, അവരെയൊക്കെ ഓർക്കുകയാണ്.